ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്ലോത്ത് കൊണ്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള തൂക്കിയിടാവുന്ന ഒരു ബാഗാണ്. ഇത് നമുക്ക് കിച്ചൺ യൂട്ടൻസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ടൂൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വ്യത്യസ്ത അറകളുള്ള ഈ ബാഗ് എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം. 3 പീസ് ക്ലോത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 പീസ് പുറം വശത്തേക്ക്, അതിലൊന്ന് ഒരു പ്രിൻ്റ് വരുന്ന ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം വന്നിട്ട് 18.5 ഇഞ്ചും വീതി 16 ഇഞ്ചും. പ്രിൻ്റ് ക്ലോത്തിൻ്റെ നീളം 10.5 ഇഞ്ചും 16 ഇഞ്ച് വീതിയും. പിന്നെ ലൈനിങ് പീസായിട്ട് എടുത്തിട്ടുള്ള പീസിൻ്റെ നീളം 28 ഇഞ്ചും 16 ഇഞ്ച് വീതിയും. ഇനി ആദ്യം നമുക്ക് ഈ പുറം വശത്തേക്കുള്ള പീസിൽ 2 പീസിലും ക്യാൻവാസ് ഇതുപോലെ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 2 പീസുകളുടെയും വശങ്ങൾ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ എൻഡുകളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് 2 പീസും അറ്റാച്ച് ചെയ്ത് കൊടുത്തു, എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് പീസ് എടുത്തിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വേണം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഗ്യാപ്പിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കേണ്ടത്. ഇനി ഈ ഗ്യാപ്പിലൂടെ ഇതിന് നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 കോർണേഴ്സ് ഒന്ന് ശരിയാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഗ്യാപ്പ് വരുന്ന സൈഡും ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. നമുക്ക് ഈ പ്രിൻ്റ് വരുന്ന പാർട്ട് മാത്രം ഒന്ന് മേലേക്ക് മടക്കിയതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡുകൾ യോജിപ്പിച്ച് കൊടുക്കുക.
ഇപ്പോൾ ദാ ഇതുപോലെ ഒരു ബാഗായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഓരോ അറകളാക്കി തിരിക്കാം. ഞാനിവിടെ 2 ഇഞ്ച് ഗ്യാപ്പാണ് ഓരോ അറകൾക്കും കൊടുത്തിട്ടുള്ളത്. അത് ഈ കത്തികളും കത്രികയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് നല്ല വീതിയുള്ള ഒരു പാർട്ടാക്കിയിട്ടും കൊടുത്തു. ഇനി നമുക്ക് ഈ ഓരോ ലൈനിലേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ 4 ലൈനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കത്തിയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിൽ. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ മേൽവശം ഒന്ന് കോണാക്കി മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഹാങ്ങർ എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ക്ലോത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഹാങ്ങർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എവിടെയും യൂസ് ചെയ്യാം. കിച്ചണിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്കിംഗ് സ്പേസിലൊക്കെ നമുക്ക് ഇതുപോലെ ടൂൾസൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്.